ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ മനുഷ്യശരീരത്തിൽ കാണുന്ന ഒരു പ്രധാന ജ്ഞാനേന്ദ്രിയം അഥവാ സെൻസ് ഓർഗൻ ആയിട്ടുള്ള ചെവിയുടെ പ്രവർത്തനം നമുക്ക് എങ്ങനെ ചിത്രത്തിൽ നിന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാം എന്ന് നോക്കാം. അതോടൊപ്പം തന്നെ നമ്മുടെ ബോഡി ബാലൻസ് അഥവാ ശരീരത്തിന്റെ തുലനനില പാലിക്കാനായിട്ട് ചെവി ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് കൂടി കൃത്യമായിട്ട് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഹ്യൂമൻ ഇയറിന് പ്രധാനമായിട്ടും 3 ഭാഗങ്ങളാണുള്ളത്. ഓർ ഹ്യൂമൻ ഇയർ ഹാസ് 3 പാർട്സ്: എക്സ്റ്റേണൽ ഇയർ, മിഡിൽ ഇയർ ആൻഡ് ഇന്നർ ഇയർ. ബാഹ്യകർണം, മധ്യകർണം, ആന്തരകർണം. ഓക്കെ, സോ ഇതില് ബാഹ്യകർണം അഥവാ എക്സ്റ്റേണൽ ഇയറിൽ ഉൾപ്പെടുന്ന ഭാഗങ്ങളാണ് പിന്ന ആസ് വെൽ ആസ് ഓഡിറ്ററി കനാൽ. സോ പിന്നയും ഓഡിറ്ററി കനാലും ചേരുന്നതാണ് എക്സ്റ്റേണൽ ഇയർ അഥവാ ബാഹ്യകർണം എന്ന് പറയുന്നത്. സോ വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് പിന്ന? ഈ പിന്ന എന്ന് പറയുന്ന ഭാഗമാണ് സൗണ്ട് വേവ്സിനെ റിസീവ് ചെയ്യുന്നത്. സോ പിന്ന റിസീവ് സൗണ്ട് വേവ്സ് ഫ്രം വേരിയസ് ഡയറക്ഷൻ. എല്ലാ ഡയറക്ഷനിലും വരുന്ന സൗണ്ട് വേവ്സിനെ റിസീവ് ചെയ്യുന്ന ഭാഗമാണ് പിന്ന എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ആഫ്റ്റർ റിസീവിംഗ് ദ സൗണ്ട് വേവ്സ്, പിന്ന ട്രാൻസ്ഫർ ദോസ് സൗണ്ട് വേവ്സ് ഇൻ ടു ഓഡിറ്ററി കനാൽ. ഓക്കെ, so pinna transfer the sound waves into auditory canal. So it's a long tube. But pinna sound ne receive cheyidittu auditory canal like pass cheyum. So auditory canal have numerous hair-like structures inside it, and also it have earwax inside it. In this earwax, the dust particles are attached or adhered, and the hair cells inside the auditory canal help to prevent the entry of germs or dust particles into the next portion, that is tympanum. So auditory canal have protective functions. ഈ ഓഡിറ്ററി കനാലാണ് ഈ സൗണ്ട് വേവ്സിലൂടെ വരുന്ന പൊടിപടലങ്ങളെയും രോഗാണുക്കളെയൊക്കെ തടഞ്ഞു നിർത്തുന്നത് ഈ ഓഡിറ്ററി കനാലാണ്. ബിക്കോസ് ഇറ്റ് ഹാവ് ഇയർ വാക്സ് ആസ് വെൽ ആസ് ഹെയർസ്. അതിന്റെ ഉള്ളിൽ രോമകോശങ്ങളും അതുപോലെ തന്നെ ഇയർ വാക്സ് കർണമെഴുകും ഉണ്ട്. അതുകൊണ്ട് തന്നെ അതിന് പ്രൊട്ടക്ഷൻ ഉള്ള റോളുണ്ട്. സോ ഈ പിന്നെയും ഓഡിറ്ററി കനാലും ചേരുന്നതാണ് എക്സ്റ്റേണൽ ഇയർ അഥവാ ബാഹ്യകർണം എന്ന് പറയുന്നത്. ഓക്കെ, ബാഹ്യകർണം കഴിഞ്ഞാൽ പിന്നീട് വരുന്ന ഭാഗമാണ് മധ്യകർണം എന്ന് പറയുന്നത്. സോ ഈ ബാഹ്യകർണത്തെ മധ്യകർണത്തിൽ നിന്ന് വേർതിരിക്കുന്ന ഭാഗമാണ് ടിംപാനം അഥവാ കർണപടം എന്ന് പറയുന്ന ഭാഗം. സോ ടിംപാനം ദാറ്റ് സെപ്പറേറ്റ് ദ എക്സ്റ്റേണൽ ഇയർ ഫ്രം മിഡിൽ ഇയർ ആൻഡ് ഇറ്റ് ഇസ് എ സർക്കുലർ. അത് വൃത്താകൃതിയിലാണ്, വളരെ നേർത്ത സ്ഥലമാണ്. ശബ്ദ തരംഗങ്ങൾക്കനുസരിച്ച് അതിനെ കമ്പനം ചെയ്യാനുള്ള കഴിവുണ്ട്. സോ ടിംപാനം വൈബ്രേറ്റ് ഇൻ അക്കോർഡിംഗ് ടു ദ സൗണ്ട് വേവ്സ്. സൗണ്ട് വേവ്സ് വരുന്നതിനനുസരിച്ച് ടിംപാനത്തിന് വൈബ്രേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. ആൻഡ് ഇറ്റ് സെപ്പറേറ്റ് ദ എക്സ്റ്റേണൽ ഇയർ ഫ്രം മിഡിൽ ഇയർ. മിഡിൽ ഇയറിൽ നിന്ന് അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഇയറിൽ നിന്ന് മിഡിൽ ഇയറിനെ സെപ്പറേറ്റ് ചെയ്യുന്ന ഭാഗം ടിംപാനമാണ്. ദാറ്റ് ഈസ് ദ ഫങ്ഷൻ ഓഫ് ടിംപാനം. ദെൻ ടിംപാനത്തിനോട് ചേർന്ന് കാണപ്പെടുന്ന 3 ഭാഗങ്ങൾ 1, 2, 3 എന്ന് നെയിം ചെയ്തിട്ടുണ്ട്. ഈ 3 ഭാഗത്തെ നമ്മൾ വിളിക്കുന്ന പേര് അസ്ഥി ശൃംഖല എന്നുള്ളതാണ്, അഥവാ ഇയർ ഓസിക്കിൾ എന്നാണ് വിളിക്കുക. ഇയർ ഓസിക്കിൾ എന്ന് പറയുന്നത് മാലിയസ്, ഇൻകസ് ആൻഡ് സ്റ്റേപ്പിസ് ആണ്. സോ ദീസ് ആർ 3 bones together called ear ossicle. The first bone is malleus. It is a hammer shaped bone, and second one is incus, and the third one is stapes. So all these together are called ear ossicles. And what is the function of ear ossicles? Ear ossicle can also vibrate in accordance with the vibration of the tympanum. Okay, when tympanum vibrate, ear ossicle also vibrate. So ear ossicle merely transfer the impulses or sound waves from the external ear into the inner ear. ഈ ബാഹ്യകർണത്തിൽ നിന്ന് ഏറ്റവും ഉള്ളിലുള്ള ആന്തരകർണത്തേക്ക് സൗണ്ട് വേവ്സിനെ അല്ലെങ്കിൽ ശബ്ദതരംഗങ്ങളെ കൊണ്ടുപോകുന്നത് ഈ ഇയർ ഓസിക്കിൾ അഥവാ അസ്ഥി ശൃംഖലയാണ്, ഇൻ അക്കോർഡൻസ് വിത്ത് ദ ടിംപാനം. ഓക്കെ, സോ മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പിസ് അതാണ് മിഡിൽ ഇയറിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്ന് പറയുന്നത്. ഓൾസോ സ്റ്റേപ്പിസ് ആണ് ഈ അവസാനം കാണിച്ചിട്ടുള്ള ബോണ്. സ്റ്റേപ്പിസിന്റെ അഗ്രഭാഗത്ത് 2 ഓപ്പണിംഗ്സ് ഉണ്ട്. ഹിയർ ക്യാൻ സി OW ആൻഡ് RW. ഇത് രണ്ടും സ്റ്റേപ്പീസുമായി ചേരുന്ന ഭാഗത്തുള്ള ഓപ്പണിംഗ്സ് ആണ്. അത്തരം ഓപ്പണിംഗ്സിനെ വിളിക്കുന്ന പേരാണ് ഓവൽ വിൻഡോ ആസ് വെൽ ആസ് റൗണ്ട് വിൻഡോ. മുകളിലുള്ള ഓപ്പണിംഗ് ഓവൽ വിൻഡോ ആണെങ്കിൽ താഴത്തെ ഓപ്പണിംഗ് റൗണ്ട് വിൻഡോ ആണ്. അത് സ്റ്റേപ്പീസ് ചേരുന്ന ഭാഗത്തുള്ള ഓപ്പണിംഗ്സ് ആണ്. ആ ഓപ്പണിംഗ്സിനെ കവർ ചെയ്തുകൊണ്ട് മെംബ്രെയിൻസ് ഉണ്ട്. ചെറിയ സുഷിരമായിരിക്കും അതിനെ കവർ ചെയ്തുകൊണ്ട് മെംബ്രെയിൻസ് കാണാൻ സാധിക്കും. അങ്ങനെ ഒരു ഓവൽ വിൻഡോ ആസ് വെൽ ആസ് റൗണ്ട് വിൻഡോ ഉണ്ട്. സോ ഇത്രയും ഭാഗങ്ങളാണ് മിഡിൽ ഇയറിന്റെ ഭാഗങ്ങൾ എന്ന് പറയുന്നത്. ഓൾസോ ഈ മിഡിൽ ഇയറിന് താഴേക്ക് ഒരു ലോങ് ട്യൂബ് കാണാൻ സാധിക്കും. ആൻഡ് സച്ച് ട്യൂബ്സ് ആർ കോൾഡ് യൂസ്റ്റേഷ്യൻ ട്യൂബ്സ്. ഈ യൂസ്റ്റേഷ്യൻ ട്യൂബിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
ടിംബാനത്തിന്റെ രണ്ട് സൈഡിലുമുള്ള പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഈ യൂസ്റ്റേഷ്യൻ ട്യൂബാണ്. ഓക്കെ, സോ എക്സ്റ്റേണൽ ഇയർ കൺസിസ്റ്റ് ഓഫ് പിന്ന ആസ് വെൽ ആസ് ഓഡിറ്ററി കനാൽ. Pinna receive the sound waves and transfer to auditory canal. Auditory canal transfer those sound waves into the tympanum, and tympanum is a circular, transparent, elastic membranes that vibrate according to the sound waves from the auditory canal. And also this tympanum separate the external ear from the middle ear. And close to the tympanum, three bones are there together called ear ossicle. It consists of malleus, incus as well as stapes. And this ear ossicle can also vibrate in accordance with the tympanum. So it merely transfers the sound waves from external ear into the inner ear. Okay, and final at the end of the stapes there have two openings and that are covered by slight membranes. And such openings are called oval window as well as round window. So inside this oval window and a round window, a fluid is there that merely called as endolymph. ഈ ഓവൽ വിൻഡോയുടെയും റൗണ്ട് വിൻഡോയുടെയും ഉള്ളിലുള്ള ഫ്ലൂയിഡിനെ വിളിക്കുന്ന പേരാണ് എൻഡോലിംഫ് എന്ന് പറയുന്നത്. സോ ഇത്രയുമാണ് മിഡിൽ ഇയറിന്റെ ഭാഗങ്ങൾ എന്ന് പറയുന്നത്. സോ ദ നെക്സ്റ്റ് പോർഷൻ എന്ന് പറയുന്നത് ഇന്നർ ഇയർ ആണ്, അഥവാ ആന്തരകർണമാണ്. ഇന്നറിലെ പ്രധാനമായിട്ടും കാണാവുന്ന ഭാഗം എന്ന് പറയുന്നത് സ്നെൽ കോയിൽ ലൈക്ക് സ്ട്രക്ചർ, ഇങ്ങനെ ഒച്ചിന്റെ തോട് പോലെ ചുരുണ്ടടിക്കുന്ന ഒരു ഭാഗമുണ്ട്. And that portion is called cochlea. Okay, that portion is simply called as cochlea. And cochlea is called the hearing organ. Hearing organ കേൾവിയുടെ കേന്ദ്രം എന്നറിയപ്പെടുന്ന ഭാഗമാണ് കോക്ലിയ എന്ന് പറഞ്ഞാൽ. ജസ്റ്റ് ലൈക്ക് കോയിൽഡ് സ്നെല്ലിന്റെ കോയിൽ പോലെയാണ് ഈ കോക്ലിയ കാണുന്നത്. ആൻഡ് കോക്ലിയോട് ചേർന്ന് കാണപ്പെടുന്ന കനാൽസ് ഉണ്ട്. 3 കനാലാണ്. 3 കനാലിനെ ചേർത്ത് വിളിക്കുന്ന പേരാണ് സെമി സർക്കുലർ കനാൽ. സോ ദർ ആർ 3 സെമി സർക്കുലർ കനാൽ ആൻഡ് ടുഗെദർ വിത്ത് കോക്ലിയ. then കോക്ലിയയിൽ നിന്നൊരു നെർവ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സച്ച് നെർവ്സ് ആർ കോൾഡ് ഓഡിറ്ററി നെർവ് ഓർ ശ്രവണ നാഡി എന്ന് പറയും. അതുപോലെ തന്നെ ഈ സെമി സർക്കുലർ കനാലിൽ നിന്ന് ഒരു നെർവ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സച്ച് നെർവ്സ് ആർ കോൾഡ് വെസ്റ്റിബുലാർ നെർവ് എന്ന് പറയും. ദെൻ ഈ സെമി സർക്കുലർ കനാലിന്റെ സ്റ്റാർട്ടിംഗ് റീജിയനെ വിളിക്കുന്ന പേരാണ് വെസ്റ്റിബ്യൂൾ എന്ന് പറയുന്നത്. സെമി സർക്കുലർ കനാൽ താഴെയായിട്ട് അല്പം ബൾജ് ചെയ്തിരിക്കുന്ന ഭാഗമാണ് വെസ്റ്റിബ്യൂൾ എന്ന് പറയുന്നത്. വെസ്റ്റിബ്യൂളിന് 2 പാർട്ടുകളുണ്ട്. ഇറ്റ്സ് കോൾഡ് യൂട്രിക്കൽ ആസ് വെൽ ആസ് സാക്യൂൾ. അതിൽ 2 അറകളുണ്ട്, 2 ഡിപ്രഷൻസ് ഉണ്ട്. സച്ച് ഡിപ്രഷൻസ് ആർ കോൾഡ് യൂട്രിക്കൽ ആൻഡ് സാക്യൂൾ. സോ ഇത്രയും ഭാഗമാണ് ഇന്നർ ഇയറിൽ വരുന്നത്. സോ ഇറ്റ് ഹാവ് എ കോക്ലിയ, coiled snell-like structures, and that is the main center of hearing. So what we called as the center part of the ear, that is cochlea. In close to the cochlea there have 3 semicircular canal and a vestibule is there. It's slightly bulged portion. Vestibule have 2 depressions. They are called utricle as well as saccule. And from the cochlea nerve origin, it's called auditory nerve. And it transfers the sound waves from cochlea to the hearing center of the brain. Okay, and that is the cerebrum. And semicircular canal. From the semicircular canal, there have a nerve. It's called vestibular nerve. It is concerned with the body balance. എങ്ങനെയാണ് ഹിയറിന്റെ ഫംഗ്ഷനിങ് നടക്കുന്നത്, അല്ലെങ്കിൽ കേൾവി എന്ന് പറയുന്ന അനുഭവം എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്ന് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് പിന്ന സൗണ്ട് വേവ്സിനെ റിസീവ് ചെയ്യുന്നു. എല്ലാ ഭാഗത്തു നിന്നുള്ള സൗണ്ട് വേവ്സിനെ പിന്നെ റിസീവ് ചെയ്യും ഫ്രം ദ ഔട്ട്സൈഡ്. സോ ഔട്ട്സൈഡിൽ നിന്ന് പിന്നെയാണ് സൗണ്ട് വേവ്സിനെ റിസീവ് ചെയ്യുന്ന ഭാഗം. ചെവിക്കുട എന്ന് പറയുന്ന പിന്ന എന്ന് പറയുന്ന ഭാഗമാണ് അന്തരീക്ഷത്തിൽ നിന്ന് അല്ലെങ്കിൽ ഔട്ടർ റീജിയനിൽ നിന്നും സൗണ്ട് വേവ്സിനെ റിസീവ് ചെയ്യുന്നത്. അങ്ങനെ പിന്നെ റിസീവ് ചെയ്ത സൗണ്ട് വേവ്സ് അത് ട്രാൻസ്ഫർ ചെയ്യുന്നത് ഓഡിറ്ററി കനാലിലേക്കാണ്. So after receiving the sound waves, pinna transfer those sound waves into auditory canal. കർണനാളത്തിലേക്കാണ് ഈ പറയുന്ന പിന്നയിൽ നിന്നും അല്ലെങ്കിൽ ചെവിക്കുടയിൽ നിന്നുള്ള ശബ്ദതരംഗങ്ങൾ നേരെ വരുന്നത് കർണനാളത്തിലേക്കാണ്. സോ ഈ കർണനാളത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ ഓഡിറ്ററി കനാലിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിന്റെ ഉള്ളിൽ ഒരുപാട് രോമകോശങ്ങളും അതുപോലെ തന്നെ കർണമെഴുകുമുണ്ട്. അത് പൊടിപടലങ്ങളൊന്നും കർണപടത്തിലേക്ക് എത്താതെ തടഞ്ഞു നിർത്തും. അതാണ് കർണനാളത്തിന്റെ പ്രധാന ധർമ്മം എന്ന് പറയുന്നത്. സോ ചെവിക്കുട സ്വീകരിച്ച ശബ്ദതരംഗങ്ങൾ കർണനാളത്തിലെത്തുന്നു. കർണനാളത്തിലൂടെ അത് കർണപടം അഥവാ ടിംബാനത്തിലെത്തുന്നു. കർണപടത്തില് സൗണ്ട് വേവ്സ് എത്തുന്ന സമയത്ത് കർണപടം വളരെ നേർത്ത സ്ഥലമായതുകൊണ്ട് തന്നെ കർണപടം കമ്പനം ചെയ്യും, വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങും. എത്രത്തോളം ശബ്ദതരംഗങ്ങൾ വരുന്നുണ്ടോ അതിനനുസരിച്ച് കർണപടം അഥവാ ടിംബാനം വൈബ്രേറ്റ് ചെയ്യും. ഈ കർണപടത്തിൽ ഉണ്ടാകുന്ന കമ്പനം മാലിയസിലെ കമ്പനം ഉണ്ടാക്കും, ഇൻകസിലെ കമ്പനം ഉണ്ടാക്കും, സ്റ്റേപ്പീസിലെ കമ്പനം ഉണ്ടാക്കും. സോ കർണപടം കമ്പനം ചെയ്യുന്നതിനനുസരിച്ച് മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പീസ് എന്നിവ കമ്പനം ചെയ്യാൻ തുടങ്ങുന്നു. കർണപടം ഒരു തവണ കമ്പനം ചെയ്യുമ്പോൾ മാലിയസ് ഒരു തവണ കമ്പനം ചെയ്യും, ഇൻകസ് ഒരു തവണ കമ്പനം ചെയ്യും, സ്റ്റേപ്പീസ് ഒരു തവണ കമ്പനം ചെയ്യും. സോ ദാറ്റ് ഈസ് 1:3 എന്ന രീതിയിലാണ് ആ കമ്പനത്തിന്റെ അനുപാതം ഉണ്ടാവുക. സോ
ടിംപാനം ഒരു തവണ കമ്പനം ചെയ്യുമ്പോൾ ഇയർ ഓസിക്കിൾസ് 3 തവണ കമ്പനം ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ കമ്പനം അവസാനം എത്തുന്നത് ഓവൽ വിൻഡോയിലും റൗണ്ട് വിൻഡോയിലുമാണ്. കാരണം സ്റ്റേപ്പീസിന്റെ അഗ്രഭാഗത്ത് കാണുന്നത് ഓവൽ വിൻഡോയും റൗണ്ട് വിൻഡോയുമാണ്. സോ ശബ്ദ തരംഗങ്ങൾ ഓവൽ വിൻഡോയിലും റൗണ്ട് വിൻഡോയിലും എത്തുന്നു. ഓവൽ വിൻഡോയ്ക്കും റൗണ്ട് വിൻഡോയ്ക്കും അകത്ത് എൻഡോലിംഫ് എന്ന് പറയുന്ന ദ്രാവകമുണ്ട്. ആ എൻഡോലിംഫ് എന്ന് പറയുന്ന ദ്രാവകം കമ്പനം ചെയ്യാൻ തുടങ്ങും. ഈ എൻഡോലിംഫിൽ ഉണ്ടാക്കുന്ന കമ്പനം കോക്ലിയക്കകത്തുള്ള ദ്രാവകത്തിലും കമ്പനം ഉണ്ടാക്കാൻ തുടങ്ങും. അതായത് കോക്ലിയക്കകത്തും കാണുന്നത് ഇതേ എൻഡോലിംഫ് തന്നെയാണ്. സോ കോക്ലിയക്കകത്തുള്ള എൻഡോലിംഫിൽ കമ്പനം ഉണ്ടാക്കുന്നു. സോ വൺസ് മോർ, പിന്നെ ശബ്ദ തരംഗങ്ങളെ സ്വീകരിച്ച് ഓഡിറ്ററി കനാലിലേക്ക് കൊടുക്കുന്നു. ഓഡിറ്ററി കനാല് വഴി ശബ്ദ തരംഗങ്ങൾ ടിംപാനത്തിലെത്തുന്നു. ടിംപാനം കമ്പനം ചെയ്യാൻ തുടങ്ങുന്നു. മാലിയസ് ഇൻകസ് സ്റ്റേപ്പീസ് കമ്പനം ചെയ്യുന്നു. കമ്പനം ഓവൽ വിൻഡോയിലും റൗണ്ട് വിൻഡോയിലും എത്തുന്നു. ഓവൽ വിൻഡോ റൗണ്ട് വിൻഡോയിലും ഉണ്ടാക്കുന്ന കമ്പനം കോക്ലിയയ്ക്കുള്ളിലുള്ള എൻഡോലിംഫ് എന്ന് പറയുന്ന ദ്രാവകത്തില് കമ്പനം ഉണ്ടാക്കുന്നു. സോ കോക്ലിയയിലെ ശബ്ദതരംഗങ്ങൾ എത്തിയാൽ എന്താണ് സംഭവിക്കാൻ നോക്കാം. കോക്ലിയയിലെ ശബ്ദതരംഗങ്ങൾ എത്തിക്കഴിഞ്ഞാൽ ഈ കോക്ലിയയുടെ ഇന്റേണൽ സ്ട്രക്ചർ നോക്കാം. കോക്ലിയയുടെ ഇന്റേണൽ സ്ട്രക്ചർ നോക്കിയാൽ കോക്ലിയയ്ക്ക് 3 അറകളാണുള്ളത്. സ്കാല ടിംപാനി, സ്കാല മീഡിയ ആൻഡ് സ്കാല ടെർമിനാലിസ് എന്ന് പറയുന്ന 3 അറകളാണ് കോക്ലിയയ്ക്ക് അകത്തുള്ളത്. അതിൽ ഏറ്റവും നടുവിലുള്ള അറയാണ് സ്കാല മീഡിയ എന്ന് പറയുന്നത്. ഈ നടുവിലത്തുള്ള അറയിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു മെംബ്രെയിൻ ഉണ്ട്, ദാറ്റ് ഈസ് കോൾഡ് ബേസിലാർ മെംബ്രെയിൻ. ഈ ബേസിലാർ മെംബ്രെയിന്റെ പുറത്ത് ഓഡിറ്ററി ഹെയർ സെൽസ് ഉണ്ട്, അല്ലെങ്കിൽ ഓഡിറ്ററി റിസപ്റ്റേഴ്സ് കാണുന്നുണ്ട്. സോ കോക്ലിയക്കകത്ത് ശബ്ദതരംഗങ്ങൾ എത്തിക്കഴിഞ്ഞാൽ കോക്ലിയക്കുള്ളിൽ ഈ ചുവപ്പ് നിറത്തിൽ കാണുന്നത് കോക്ലിയക്കുള്ളിലുള്ള ദ്രാവകമാണ്. അതിന്റെ പേര് എൻഡോലിംഫ് എന്നാണ്. സോ കോക്ലിയക്കുള്ളിൽ ശബ്ദ തരംഗങ്ങൾ എത്തിക്കഴിഞ്ഞാൽ ഈ കോക്ലിയക്കുള്ളിലുള്ള എൻഡോലിംഫ് കമ്പനം ചെയ്യാൻ തുടങ്ങും. എൻഡോലിംഫ് കമ്പനം ചെയ്യുന്നതിന്റെ ഫലമായിട്ട് എൻഡോലിംഫിന് മുകളിലുള്ള ബേസിലാർ മെംബ്രെയിൻ ചലിക്കാൻ തുടങ്ങും. സോ ആദ്യം കോക്ലിയക്കകത്ത് ശബ്ദ തരംഗങ്ങൾക്കുള്ള സ്റ്റിമുലസ് എത്തുന്ന സമയത്ത് കോക്ലിയക്കകത്തുള്ള എൻഡോലിംഫ് കമ്പനം ചെയ്യാൻ തുടങ്ങും, അല്ലെങ്കിൽ ചലിക്കാൻ തുടങ്ങും. എൻഡോലിംഫിന് ഉണ്ടാക്കുന്ന കമ്പനം ബേസിലാർ മെംബ്രെയിൻ അല്ലെങ്കിൽ ബേസിലാർ സ്തരം ചലിക്കുന്നതിന് കാരണമാകും. ഈ ബേസിലാർ സ്തരം ചലിക്കുന്നതിന്റെ ഫലമായിട്ട് എന്താണ് സംഭവിക്കുക നോക്കാം. ഈ ബേസിലാർ സ്തരത്തിന്റെ മുകളിലാണ് ഓഡിറ്ററി ഹെയർ സെൽസ് ഉള്ളത്, അല്ലെങ്കിൽ രോമകോശങ്ങൾ കാണുന്നത്. ഈ രോമകോശങ്ങളെല്ലാം തൊട്ടു മുകളിലുള്ള ടെക്ടോറിയൽ മെംബ്രെയിൻ എന്ന് പറയുന്ന മറ്റൊരു സ്തരവുമായിട്ട് കൂട്ടിയിടിക്കാൻ തുടങ്ങും. സോ ഇവിടെ ഈ ബേസിലാർ സ്തരം ഇങ്ങനെ മുകളിലേക്കും താഴേക്കും ചലിക്കുന്നുണ്ട്. എൻഡോലിംഫ് ചലിക്കുന്നതിനനുസരിച്ച് ഇത് മുകളിലേക്കും താഴേക്കും ചലിക്കുന്നുണ്ട്. ഇത് മുകളിലേക്കും താഴേക്കും ചലിക്കുന്നതിന്റെ ഫലമായിട്ട് ഈ ബേസിലാർ മെംബ്രെയിന്റെ മുകളിലുള്ള ഹെയർ സെൽസ് തൊട്ടു മുകളിലുള്ള ടെക്ടോറിയൽ മെംബ്രെയിനുമായിട്ട് കൂട്ടിയിടിക്കാൻ തുടങ്ങും. അങ്ങനെ കൂട്ടിയിടിക്കുന്നതിന്റെ ഫലമായിട്ടാണ് ഇമ്പൾസ് അഥവാ ആവേഗം രൂപപ്പെടുന്നത്. ഈ ആവേഗമാണ് ഓഡിറ്ററി നെർവ് അഥവാ ശ്രവണ നാഡി വഴി സെറിബ്രത്തിൽ എത്തുന്നത്. അങ്ങനെ എത്തുമ്പോഴാണ് നമുക്ക് കേൾവി എന്ന് പറയുന്ന അനുഭവം ഉണ്ടാകുന്നത്. ക്ലിയർ? സോ അതിന്റെ ഒരു ഫ്ലോ ചാർട്ട് എന്ന് പറയുന്ന സമയത്ത് പിന്നെ ശബ്ദതരംഗങ്ങളെ റിസീവ് ചെയ്യുന്നു. പിന്നെ റിസീവ് ചെയ്ത ശബ്ദതരംഗങ്ങൾ ഓഡിറ്ററി കനാലിലെത്തുന്നു, ടിംബാനത്തിലെത്തുന്നു. ടിംബാനം കമ്പനം ചെയ്യുന്നു. മാലിയസ് ഇൻകസ് സ്റ്റേപ്പിസ് കമ്പനം ചെയ്യുന്നു. സ്റ്റേപ്പിസിൽ ഉണ്ടാകുന്ന കമ്പനം ഓവൽ വിൻഡോയിലും റൗണ്ട് വിൻഡോയിലും കമ്പനം ഉണ്ടാക്കും. കോക്ലിയക്കകത്ത് കമ്പനം ഉണ്ടാക്കും. കോക്ലിയക്കുള്ളിലുള്ള എൻഡോലിംഫ് ചലിക്കാൻ തുടങ്ങും. എൻഡോലിംഫ് ചലിക്കുമ്പോൾ ബേസിലാർ സ്തരം ചലിക്കാൻ തുടങ്ങും. ബേസിലാർ സ്തരത്തിന് മുകളിലുള്ള ഓഡിറ്ററി ഹെയർ സെൽസ് രോമകോശങ്ങൾ ടെക്ടോറിയൽ മെംബ്രെയിനുമായിട്ട് കൂട്ടിയിടിക്കുന്നതിന്റെ ഫലമായി അവിടെ ആവേഗം അഥവാ ഇമ്പൾസ് രൂപപ്പെടും. ഈ ആവേഗമാണ് ഓഡിറ്ററി നെർവ് അഥവാ ശ്രവണ നാഡി വഴി സെറിബ്രത്തിലെത്തുന്നു. കേൾവി എന്ന് പറയുന്ന അനുഭവം ഉണ്ടാകുന്നു. ഇവിടെ ഈ ബേസിലാർ മെംബ്രെയിൻ വിത്ത് ഓഡിറ്ററി ഹെയർ സെൽസിനെയും തൊട്ടുമുകളിലുള്ള ടെക്ടോറിയൽ മെംബ്രെയിനെയും ചേർത്ത് വിളിക്കുന്ന പേരാണ് ഓർഗൻ ഓഫ് കോർട്ടി എന്ന് പറയുന്നത്. സോ ഓർഗൻ ഓഫ് കോർട്ടി ചെവിക്കുള്ളിലുള്ള ഭാഗമാണ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ബേസിലാർ മെംബ്രെയിൻ വിത്ത് ഓഡിറ്ററി ഹെയർ സെൽസ് വിത്ത് ടെക്ടോറിയൽ മെംബ്രെയിൻ. സോ ഇത്രയുമാണ് കേൾവിയുമായി ബന്ധപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. ബോഡി ബാലൻസ് ബൈ ഇയർ. എങ്ങനെയാണ് ചെവി ശരീര തുലനനില പാലിക്കാൻ സഹായിക്കുന്നത് എന്ന് നോക്കാം. നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ചലനങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ തലകളിലും ചലനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഹെഡ് മൂവ്മെൻറ്റ് ഇല്ലാതെ ബോഡി മൂവ്മെൻറ്റ്സ് ഒന്നും പോസിബിൾ അല്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. സോ ഇത്തരത്തിൽ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ചലനങ്ങൾ നമ്മുടെ ഹെഡ് അഥവാ തലയിലും ചലനങ്ങൾ ഉണ്ടാക്കുകയും അതിൻ്റെ ഫലമായിട്ട് ആന്തരകർണത്തിൽ കാണപ്പെടുന്ന വെസ്റ്റിബ്യൂളും സെമി സർക്കുലാർ കനാലും ചേർന്നിട്ടുള്ള വെസ്റ്റിബുലാർ അപ്പാരറ്റസിൽ ചലനമുണ്ടാക്കുകയും ചെയ്യുന്നു. ഇത്തരത്തിലുള്ള വെസ്റ്റിബുലാർ അപ്പാരറ്റസിൽ, അതായത്
സെമി സർക്കുലാർ കനാലിലും വെസ്റ്റിബ്യൂളിലും കാണപ്പെടുന്ന എൻഡോലിംഫ് എന്ന് പറയുന്ന ദ്രാവകത്തിലും ചലനമുണ്ടാകുന്നു. ശരീരം ചലിക്കുന്ന സമയത്ത് തല ചലിക്കുകയും വെസ്റ്റിബുലാർ അപ്പാരറ്റസിലുള്ള എൻഡോലിംഫിന് ചലനമുണ്ടാവുകയും ചെയ്യും. എൻഡോലിംഫ് ചലിക്കുന്നതിൻ്റെ ഫലമായി സെമി സർക്കുലാർ കനാലിൻ്റെയും വെസ്റ്റിബ്യൂളിൻ്റെയും അകത്തുള്ള രോമകോശങ്ങൾ അഥവാ ഹെയർ സെൽസ് സ്റ്റിമുലേറ്റഡ് ആവുകയും അല്ലെങ്കിൽ പ്രവർത്തനക്ഷമമാവുകയും അതിൻ്റെ ഫലമായി ആവേഗം അഥവാ ഇമ്പൾസ് രൂപപ്പെടുകയും ചെയ്യുന്നു. ഈ ഇമ്പൾസ് അല്ലെങ്കിൽ ആവേഗം വെസ്റ്റിബ്യുലാർ നാഡി വഴി, ശ്രദ്ധിക്കണം, വെസ്റ്റിബ്യുലാർ നാഡി വഴി സെറിബെല്ലത്തിലെത്തുമ്പോഴാണ് പേശി പ്രവർത്തനങ്ങളുടെ പ്രവർത്തന ഫലമായിട്ട് ശരീരത്തിൻ്റെ തുലനനില അല്ലെങ്കിൽ ബോഡി ബാലൻസ് പാലിക്കപ്പെടുന്നത്. കേൾവി ഉണ്ടാകുന്ന സമയത്ത് കേൾവിക്ക് കാരണമായ ആവേഗങ്ങൾ ശ്രവണനാഡിയിലൂടെയാണ് സെറിബ്രത്തിൽ എത്തുന്നതെങ്കിൽ ശരീര തുലനനിലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആവേഗം അല്ലെങ്കിൽ ഇമ്പൾസ് കടന്നു പോകുന്നത് വെസ്റ്റിബ്യുലാർ നാഡി വഴിയാണെന്നും അത് എത്തിച്ചേരുന്നത് സെറിബെല്ലത്തിലാണെന്നും നിങ്ങൾ പ്രത്യേകം ഓർക്കേണ്ടതുണ്ട്. അങ്ങനെ സെറിബെല്ലത്തിലെത്തുമ്പോഴാണ് പേശി പ്രവർത്തനങ്ങളുടെ ഏകോപനം വഴി ശരീരത്തിൻ്റെ തുലനില പാലനം നടക്കുന്നത്. സോ ബോഡി ബാലൻസ് ബൈ ഇയർ എന്നുള്ള ഈ ഒരു ടോപ്പിക്ക് ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്നതാണ്. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് എങ്ങനെയാണ് രുചി തിരിച്ചറിയുന്നത് അല്ലെങ്കിൽ ടേസ്റ്റ് തിരിച്ചറിയുന്നതെന്ന് നോക്കാം. അതിനു മുന്നേ നമുക്ക് അറിയേണ്ട രണ്ട് ടേമാണ്, ഒന്ന് പാപ്പില്ലയും മറ്റേത് ടേസ്റ്റ് ബഡും. സ്വാദുമുകളങ്ങളും പാപ്പില്ലകളും എന്താണെന്ന് നമുക്കറിയണം. നാവിന്റെ ഉപരിതലത്തിൽ കാണപ്പെടുന്ന പുറത്തേക്ക് തള്ളി നിൽക്കുന്ന സ്ട്രക്ചേഴ്സിനെ വിളിക്കുന്ന പേരാണ് പാപ്പില്ല എന്ന് പറയുന്നത്. നമ്മൾ ചൂടുള്ള എന്തെങ്കിലും വസ്തുക്കൾ പെട്ടെന്ന് നാവിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഭാഗത്ത് ഭയങ്കര ചൂട് അനുഭവപ്പെടും അല്ലെ. ആ സമയത്ത് നിങ്ങൾ ആ നാവിന്റെ ആ ഭാഗത്ത് തൊട്ട് കഴിഞ്ഞാൽ കുറച്ച് സംഭവങ്ങൾ അല്ലെങ്കിൽ കുറച്ച് സാധനങ്ങൾ ഇങ്ങനെ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന പോലെ നിങ്ങൾക്ക് തോന്നാറുണ്ട്. അത്തരം ഭാഗങ്ങളെ ഇങ്ങനെ നാവിന്റെ ഉപരിതലത്തിൽ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന സ്ട്രക്ചേഴ്സിനെ, അത് പ്രൊജക്റ്റഡ് പാർട്ട് ഫ്രം ദ ടങ്, അത്തരത്തിലുള്ള സ്ട്രക്ചേഴ്സിനെ വിളിക്കുന്ന പേരാണ് പാപ്പില്ല എന്ന് പറയുന്നത്. ഈ പാപ്പില്ലകളിൽ കാണപ്പെടുന്ന രുചി തിരിച്ചറിയാൻ സഹായിക്കുന്ന ഭാഗങ്ങളെ വിളിക്കുന്ന പേരാണ് ടേസ്റ്റ് ബഡ് അല്ലെങ്കിൽ സ്വാദുമുകുളങ്ങൾ എന്ന് പറയുന്നത്. ഈ ടേസ്റ്റ് ബഡിന്റെ അകത്താണ് കീമോ റിസപ്റ്റേഴ്സ് കാണുന്നത്. ഓക്കെ, സോ പാപ്പില്ലകളുണ്ട്. പാപ്പില്ലയ്ക്ക് അകത്ത് സ്വാദ് തിരിച്ചറിയാൻ സഹായിക്കുന്ന ഭാഗങ്ങളാണ് ടേസ്റ്റ് ബഡ് അഥവാ സ്വാദുമുകുളങ്ങൾ. ഈ സ്വാദുമുകുളങ്ങൾക്കുള്ളിലാണ് കീമോ റിസപ്റ്റർ കാണുന്നത്. ഈ കീമോ റിസപ്റ്റർ ആക്ടിവേറ്റഡ് ആകുമ്പോഴാണ് നമ്മൾ ആ രുചി തിരിച്ചറിയുന്നത്. സോ നമുക്ക് അതിന്റെ ഫ്ലോ ചാർട്ട് എങ്ങനെയാ നോക്കാം. സോ ഫുഡ് പാർട്ടിക്കിൾസിലെ ടേസ്റ്റ് തിരിച്ചറിയണമെങ്കിൽ തീർച്ചയായിട്ടും ഫുഡ് പാർട്ടിക്കിൾസ് വേണം. ഈ ഫുഡ് നമ്മൾ കഴിക്കുന്ന സമയത്ത് ഈ ഫുഡ് പാർട്ടിക്കിൾസ് നമ്മുടെ വായിലുള്ള സലൈവ ഉമിനീരുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യും. അങ്ങനെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സലൈവയിലുള്ള ഫുഡ് പാർട്ടിക്കിൾസ് ടേസ്റ്റ് ബഡിൽ കാണപ്പെടുന്ന കീമോ റിസപ്റ്റേഴ്സുമായിട്ട് പ്രവർത്തിച്ച് കീമോ റിസപ്റ്റേഴ്സിനെ ആക്ടിവേറ്റ് ചെയ്യിപ്പിക്കും, അല്ലെങ്കിൽ ഉത്തേജിപ്പിക്കുന്നു, അല്ലെങ്കിൽ ഉദ്ദീപിപ്പിക്കുന്നു. അങ്ങനെ കീമോ റിസപ്റ്റേഴ്സ് സ്റ്റിമുലേറ്റഡ് ആകുമ്പോഴാണ് അവിടെ ഇമ്പൾസ് അല്ലെങ്കിൽ ആവേഗം രൂപപ്പെടുന്നത്. ഈ ആവേഗം നാഡികൾ വഴി, നെർവ് വഴി സെറിബ്രത്തിൽ എത്തുമ്പോഴാണ് നമുക്ക് ആ ടേസ്റ്റ് തിരിച്ചറിയാൻ പറ്റുന്നത്. സോ ഇതാണ് ടേസ്റ്റിന്റെ ഫ്ലോ ചാർട്ട് എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾ തീർച്ചയായിട്ടും പാപ്പില്ല എന്താണ് എന്നും ടേസ്റ്റ് ബഡ് എന്താണെന്നും നമുക്കറിയണം. അതുപോലെ തന്നെ സാധാരണ നമ്മൾ ഡിറ്റക്ട് ചെയ്യുന്ന ടേസ്റ്റുകളാണ് സോറ്, ബിറ്റർ, സ്വീറ്റ്, സ്വാൾട്ട്, അല്ലെ, മധുരം, എരിവ്, പുളി, കയ്പ്, ഇതൊക്കെ നമുക്കറിയാം. ഇത് കൂടാതെയുള്ള ഒരു ടേസ്റ്റ് ആണ് ഉമാമി എന്ന് പറയുന്നത്. ഈ പാലിന്റെ അതുപോലെ തന്നെ മഷ്റൂമിന്റെ ഒക്കെ ടേസ്റ്റ് ആണ് ഉമാമി. അതുപോലെ ഒലിയോ ഗസ്റ്റസ് എന്ന് പറയുന്ന പുതിയൊരു ടേസ്റ്റ് നമ്മൾ ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓർത്ത് വയ്ക്കുക. അതുപോലെ തന്നെ സ്മെൽ ഡിറ്റക്ഷന്റെ ഫ്ലോ ചാർട്ടും ഇതിൽ ഇമ്പോർട്ടന്റ് ആണ്. എങ്ങനെയാണ് നമ്മൾ ഗന്ധം തിരിച്ചറിയുന്നത്? സോ സ്മെല്ല് ഉണ്ടാക്കാൻ സഹായകമായിട്ടുള്ള കാര്യങ്ങളെ അല്ലെങ്കിൽ ഗന്ധമുണ്ടാക്കുന്ന കണികകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് അരോമാറ്റിക് പാർട്ടിക്കിൾ എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള അരോമാറ്റിക് പാർട്ടിക്കിൾ നമ്മുടെ അറ്റ്മോസ്ഫിയറിലുണ്ട്. നമ്മൾ ശ്വസിക്കുന്ന സമയത്ത്, ഇൻഹെയിൽ ചെയ്യുന്ന സമയത്ത് ഈ അരോമാറ്റിക് പാർട്ടിക്കിൾ നമ്മുടെ നോസിനകത്തേക്ക്, മൂക്കിലേക്ക് എൻ്റർ ചെയ്യുന്നു. അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ ഈ അരോമാറ്റിക് പാർട്ടിക്കിൾ മൂക്കിലുള്ള ശ്ലേഷ്മം അല്ലെങ്കിൽ മ്യൂക്കസുമായിട്ട് മിക്സ് ചെയ്യുന്നു. ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു പോയിന്റ്, നിങ്ങൾ ഓർത്തിരിക്കണം. മൂക്കിലേക്ക് ഇത്തരത്തിലുള്ള ഗന്ധകണികകൾ എത്തിക്കഴിഞ്ഞാൽ അത് മൂക്കിന്റെ ഉള്ളിലുള്ള ശ്ലേഷ്മവുമായിട്ട് മിക്സ് ചെയ്യണം. അങ്ങനെ ശ്ലേഷ്മവുമായി മിക്സ് ചെയ്താൽ മാത്രമാണ് മൂക്കിന്റെ അകത്തുള്ള റിസപ്റ്റർ, ഗന്ധഗ്രാഹി എന്ന് പറയുന്ന ഓൾഫാക്ടറി റിസപ്റ്റേഴ്സ് ആക്ടിവേറ്റഡ് ആവുന്നു, അല്ലെങ്കിൽ ഗന്ധഗ്രാഹികൾ പ്രവർത്തിക്കാൻ തുടങ്ങുന്നു. അപ്പോഴാണ് ഇമ്പൾസ് അല്ലെങ്കിൽ ആവേഗം ഉണ്ടാകുന്നത്. ഈ ആവേഗം നാഡികൾ വഴി സെറിബ്രത്തിലെത്തുന്നു. അപ്പോഴാണ് നമ്മൾ ആ സ്മെല്ല് തിരിച്ചറിയുന്നത്. സോ ഇത്തരത്തിലുള്ള ടേസ്റ്റിന്റെ ഫ്ലോ ചാർട്ടും അതുപോലെ തന്നെ സ്മെല്ലിന്റെ ഫ്ലോ ചാർട്ടും നിങ്ങൾ തീർച്ചയായിട്ടും ഓർത്തിരിക്കണം.
സോ ലാസ്റ്റ് സെൻസ് ഓർഗൻ ആണ് സ്കിൻ എന്ന് പറയുന്നത്. സ്കിന്നിന്റെ പ്രവർത്തനം എങ്ങനെയാണ് എന്ന് കൂടി നമുക്ക് നോക്കാം. നമുക്കറിയാം സ്കിന്നിൽ ഒരുപാട് ടൈപ്പ് റിസപ്റ്റർ ഉണ്ട്, പലതരത്തിലുള്ള ഗ്രാഹികൾ സ്കിന്നിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്കിന്നിന് പലതരത്തിലുള്ള ഉദ്ദീപനങ്ങൾ അല്ലെങ്കിൽ സ്റ്റിമുലികളെ സ്വീകരിക്കാൻ സാധിക്കും. സോ നമ്മൾ 1-2 എക്സാമ്പിൾ പഠിക്കുക, അതിന്റെ ഫ്ലോ ചാർട്ട് പഠിക്കുക, അതിൽ നിന്ന് നമുക്ക് ഏതാണോ എക്സാമിന് ചോദിക്കുന്നത് അതിന് നമുക്ക് കൃത്യമായിട്ട് എഴുതാൻ പറ്റും. സോ ഒരു എക്സാമ്പിൾ നോക്കുക. ഹോട്ട് ഒബ്ജക്റ്റ്, അതായത് നിങ്ങളുടെ സ്കിന്ന് ഏതെങ്കിലും ചൂടുള്ള ഒരു വസ്തുവിൽ തൊടുന്ന സമയത്ത് എങ്ങനെയാണ് അതിൽ അവിടെ പ്രതികരണം അല്ലെങ്കിൽ റെസ്പോൺസ് നടക്കുന്നത് നോക്കാം. സോ ഒരു ഹോട്ട് ഒബ്ജക്റ്റ് അല്ലെങ്കിൽ കൂടുതൽ ടെമ്പറേച്ചർ ഉള്ള ഏതെങ്കിലും ഒരു വസ്തു നിങ്ങളുടെ സ്കിന്നുമായിട്ട് കോണ്ടാക്റ്റിലാവുന്നു. ഉദാഹരണത്തിന് നിങ്ങൾ ചൂടുള്ള ഒരു വസ്തുവിൽ കൈകൊണ്ട് തൊടുന്നു, അപ്പോൾ നിങ്ങളുടെ സ്കിന്ന് ആ ചൂടുള്ള വസ്തുവുമായിട്ട് കോണ്ടാക്റ്റിലായി. അങ്ങനെ കോണ്ടാക്റ്റിലായി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? നിങ്ങളുടെ സ്കിന്നിലുള്ള ഹോട്ട് റിസപ്റ്റർ, ചൂട് ഗ്രാഹി അല്ലെങ്കിൽ തെർമോ റിസപ്റ്റർ പ്രവർത്തിക്കാൻ തുടങ്ങും, ആക്ടിവേറ്റഡ് ആകും. അങ്ങനെ ആക്ടിവേറ്റഡ് ആയി കഴിഞ്ഞാൽ അവിടെ ആവേഗം രൂപപ്പെടും. ഈ ആവേഗം നാഡികൾ വഴി സെറിബ്രത്തിൽ എത്തുമ്പോഴാണ് നമുക്ക് ആ ചൂട് തിരിച്ചറിയാൻ സാധിക്കുന്നത്. ഓക്കെ, ഇതുപോലെ നമുക്ക് തണുപ്പും പറയാം. ഇപ്പൊ തണുപ്പുള്ള ഒരു വസ്തു നിങ്ങളുടെ സ്കിന്നുമായിട്ട് കോണ്ടാക്റ്റിലാവുന്നു എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ നിങ്ങളൊരു തണുപ്പുള്ള വസ്തുവിൽ കൈകൊണ്ട് തൊടുന്നു, അപ്പൊ നിങ്ങളുടെ സ്കിന്ന് ആ തണുപ്പുള്ള വസ്തുവുമായിട്ട് കോണ്ടാക്റ്റിലായി. അങ്ങനെ കോണ്ടാക്റ്റിലായാൽ എന്താ സംഭവിക്കുക? നിങ്ങളുടെ സ്കിന്നിലുള്ള തണുപ്പ് ഗ്രാഹികൾ, കോൾഡ് റിസപ്റ്റേഴ്സ് ആക്ടിവേറ്റഡ് ആവുന്നു, അല്ലെങ്കിൽ പ്രവർത്തിക്കാൻ തുടങ്ങുന്നു, അല്ലെങ്കിൽ എന്താ പറയാ ഉദ്ദീപിക്കപ്പെടുന്നു. അങ്ങനെ സംഭവിക്കുമ്പോൾ എന്ത് പറ്റും? അവിടെ ഇമ്പൾസ് അല്ലെങ്കിൽ ആവേഗം രൂപപ്പെടും. ഈ ആവേഗം നാഡികൾ വഴി സെറിബ്രത്തിലെത്തുമ്പോഴാണ് നമ്മൾ ആ തണുപ്പ് തിരിച്ചറിയുന്നത്. ഇതുപോലെ തന്നെ പ്രഷർ, മർദ്ദം തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട്, പെയിൻ, വേദന തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട്, ടച്ച് അഥവാ സ്പർശം തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട്. സോ ഏതെങ്കിലും ഒരു കോമൺ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ നിങ്ങൾ പഠിച്ചു വയ്ക്കുക, ബാക്കി നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി പ്രഷർ ആണെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതാം? പ്രഷർ ഉണ്ടാക്കുന്ന, മർദ്ദം ഉണ്ടാക്കുന്ന വസ്തുക്കൾ സ്കിന്നുമായിട്ട് കോണ്ടാക്റ്റിലാവുമ്പോൾ പ്രഷർ റിസപ്റ്റർ ആക്ടിവേറ്റഡ് ആകും. ബാക്കിയൊക്കെ അതുപോലെ തന്നെ ഇമ്പൾസ് ഫോം ചെയ്യും, നെർവ് വഴി സെറിബ്രത്തിലെത്തുമ്പോൾ സെൻസ് ഓഫ് പ്രഷർ ഉണ്ടാകുന്നു, മർദ്ദത്തെ തിരിച്ചറിയാൻ സാധിക്കുന്നു. സോ ഇത്തരത്തിലാണ് നമ്മുടെ സ്കിന്ന് വർക്ക് ചെയ്യുന്നത്. ഇതുപോലെ തന്നെ മറ്റു ജീവികളിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട സെൻസ് ഓർഗനുകൾ ഏതൊക്കെയാണ്? അവിടെ നിങ്ങൾക്ക് 4-5 എക്സാമ്പിൾസ് പഠിക്കാനുണ്ട്. ഒന്നാമത്തെ ഒരു ജീവിയായിരുന്നു പ്ലനേറിയ എന്ന് പറയുന്നത്. വാട്ടറിൽ കാണപ്പെടുന്ന ഒരു ജീവിയാണ് പ്ലനേറിയ എന്ന് പറയുന്നത്. പ്ലനേറിയയിൽ കാണപ്പെടുന്ന സെൻസ് ഓർഗന്റെ പേര് നിങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചു വയ്ക്കണം. ഐ സ്പോട്ട് എന്നാണ് ആ സെൻസ് ഓർഗന്റെ പേര്. ഈ സെൻസ് ഓർഗൻ റിസീവ് ചെയ്യുന്ന സ്റ്റിമുലി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പ്രകാശമാണ് അല്ലെങ്കിൽ ലൈറ്റ് ആണ്. പ്ലനേറിയ സാധാരണ ഡേ ടൈമിൽ വെള്ളത്തിന്റെ അടിയിലായിരിക്കും, എന്നാൽ നൈറ്റ് ടൈമിലാണ് അത് വെള്ളത്തിന്റെ മുകളിലേക്ക് വന്ന് ഫീഡിംഗ് നടത്തുന്നത്. സോ അതിന് ആ ലൈറ്റിന്റെ പ്രസൻസ് അറിയാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഐ സ്പോട്ട് പോലുള്ള സെൻസ് ഓർഗൻസ് ഉള്ളത്. രണ്ടാമത്തെ ജീവിയാണ് ഹൗസ് ഫ്ലൈ, ഈച്ച എന്ന് പറയുന്ന ഹൗസ് ഫ്ലൈകൾ. ഹൗസ് ഫ്ലൈക്ക് കാണുന്ന സെൻസ് ഓർഗന്റെ പേരാണ് ഒമാറ്റീഡിയ എന്ന് പറയുന്നത്. ഏകദേശം ഒരു ഈച്ചയിൽ 6000-ഓളം ഒമാറ്റീഡിയ ഒരു കണ്ണിലുണ്ട്, 2 കണ്ണിൽ. അപ്പൊ ഏകദേശം 12,000-ഓളം ഒമാറ്റീഡിയകളാണ് ഒരു ഈച്ചയിൽ കാണുന്നത്. ഈ ഓരോ ഒമാറ്റീഡിയും നമ്മുടെ കണ്ണിലെ ലെൻസിന് സമാനമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈച്ചകൾക്കൊക്കെ വളരെ വ്യക്തമായിട്ട് വിഷൻ കാണാം എന്നർത്ഥം. സോ ഇത്തരത്തിലുള്ള ഒമാറ്റീഡിയകൾ റിസീവ് ചെയ്യുന്ന സ്റ്റിമുലി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പ്രകാശമാണ്. മറ്റൊരു ജീവിയായിരുന്നു ഷാർക്ക് അഥവാ സ്രാവ് എന്ന് പറയുന്നത്. സ്രാവിൽ കാണപ്പെടുന്ന സെൻസ് ഓർഗന്റെ പേരായിരുന്നു ലാറ്ററൽ ലൈൻ അല്ലെങ്കിൽ പാർശ്വവര എന്ന് പറയുന്നത്. ഈ ലാറ്ററൽ ലൈൻ അല്ലെങ്കിൽ പാർശ്വവരയും റിസീവ് ചെയ്യുന്ന സ്റ്റിമുലി എന്ന് പറയുന്നത് ലൈറ്റ് തന്നെയാണ്. സ്രാവിന് അല്ലെങ്കിൽ ഷാർക്കിന് അതിന്റെ പൊസിഷൻ, ബോഡിയുടെ പൊസിഷൻ എങ്ങനെയാണ് എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ലാറ്ററൽ ലൈനിന്റെ സംവിധാനമുള്ളത്. മറ്റൊരു ജീവിയായിരുന്നു സ്നേക്ക് അഥവാ പാമ്പ് എന്ന് പറയുന്നത്. പാമ്പിൽ കാണപ്പെടുന്ന സെൻസ് ഓർഗന്റെ പേരായിരുന്നു ജേക്കബ്സൺ ഓർഗൻ എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള 3 എക്സാമ്പിളും ലൈറ്റ് എന്ന് പറയുന്ന, പ്രകാശം എന്ന് പറയുന്ന ഉദ്ദീപനത്തെയാണ് സ്വീകരിക്കുന്നതെങ്കിൽ ഈ പറയുന്ന പാമ്പിൽ കാണപ്പെടുന്ന, സ്നേക്കിൽ കാണപ്പെടുന്ന ജേക്കബ്സൺ ഓർഗൻ സ്വീകരിക്കുന്നത് ലൈറ്റ് അല്ല അല്ലെങ്കിൽ പ്രകാശമല്ല. അവര് സ്വീകരിക്കുന്ന ഉദ്ദീപനം എന്ന് പറയുന്നത് സ്മെല്ലാണ്, ഗന്ധമാണ്. ഓക്കെ, പാമ്പ് നാവ് പുറത്തേക്ക് നീട്ടുന്ന സമയത്ത് അന്തരീക്ഷത്തിലുള്ള ഗന്ധകണികകൾ, അരോമാറ്റിക് പാർട്ടിക്കിൾ ഈ നാവുമായിട്ട് മിക്സ്ഡ് ആവുകയും അത് ഉള്ളിലേക്ക് എടുക്കുന്ന സമയത്ത് ഈ ഗന്ധകണികൾ നേരിട്ട് വായിയുടെ മുകളിലുള്ള അപ്പർ ബക്കൽ ക്യാവിറ്റിയിലുള്ള ജേക്കബ്സൺ ഓർഗനിൽ എത്തിയിട്ടാണ് അത് എന്തിന്റെ ഗന്ധമാണ് എന്ന് പാമ്പുകൾ തിരിച്ചറിയുന്നത്. സോ അങ്ങനെ ഗന്ധം തിരിച്ചറിയാൻ സഹായിക്കുന്ന ഒരു സെൻസ് ഓർഗനാണ് പാമ്പുകളിലുള്ള ജേക്കബ്സൺ ഓർഗൻ എന്ന് പറയുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു 2ാമത്തെ അധ്യായത്തില് വിൻഡോസ് ഓഫ് നോളജ് അല്ലെങ്കിൽ അറിവിന്റെ വാതായനങ്ങൾ എന്ന് പറയുന്ന പാഠത്തിൽ പഠിക്കാനുള്ളത്. ഇവിടെ പ്രധാനമായിട്ടും നമ്മൾ പഠിച്ചിട്ടുള്ളത് സെൻസ് ഓർഗനുകളെ കുറിച്ചിട്ടാണ്, ജ്ഞാനേന്ദ്രിയങ്ങളെ കുറിച്ചിട്ടാണ്. അതിലാദ്യം കണ്ണിന്റെ പ്രത്യേകതകളും കണ്ണിന്റെ ഘടനയും ബാക്കി കാര്യങ്ങളൊക്കെ ആയിരുന്നു. രണ്ടാമതായിട്ട് ചെവിയുടെ പ്രത്യേകതകൾ, മൂന്നാമതായിട്ട് മൂക്കിന്റെ പ്രത്യേകത, അതുപോലെ തന്നെ നാക്കിന്റെ പ്രത്യേകത, സ്കിന്നിന്റെ പ്രത്യേകത, പിന്നെ മറ്റു ജീവികളിൽ കാണപ്പെടുന്ന സെൻസ് ഓർഗനുകൾ. സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ബൈ.